إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ജീവിതത്തിൽ മുഴുവനും പ്രായോഗികവൽക്കരിക്കുകയും അവസാന നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 16-ാമത്തെ സൂറത്ത് നഹലിന്റെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. വമാ ബികും, നിങ്ങളിൽ എന്തൊക്കെയാണോ ഉള്ളത്, മിൻ നിഅമത്തിൻ, അനുഗ്രഹങ്ങളിൽ നിന്നുള്ള, നിഅമത്തുകളിൽ നിന്നുള്ളത്, ഫമിനല്ലാഹ്, അതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. തുമ്മ, പിന്നീട്, ഇദാ മസ്സക്കുമുൽ ദുർറു, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന സന്ദർഭങ്ങളിൽ, ഫഇലൈഹി തജ്അറൂൻ, ആ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മാത്രമാണ് നിങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത്. ശേഷം അല്ലാഹു പറയുന്നത്, സുമ്മ ഇദാ കശഫൽ ദുർറു അൻകും, നിങ്ങളെ തൊട്ട് പിന്നീട് ആ ഒരു പ്രയാസം മാറിക്കഴിഞ്ഞാൽ, കഷ്ടത നീക്കി കിട്ടിയാൽ, ഇദാ ഫരീഖും മിൻകും, നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ, ബിറബ്ബിഹിം, റബ്ബിന്റെ വിഷയത്തിൽ, യുശ്രികൂൻ, പങ്കു ചേർക്കുന്ന ആളുകളായി മാറുന്നതാണ്. ശേഷം അല്ലാഹു പറയുന്നു, ലിയക്ഫുറു ബിമാ ആതൈനാഹും ഫനവതഉ ഫസൗഫ തഅലമൂൻ, അങ്ങനെ അവർ നിഷേധം കാണിക്കുകയാണ്, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുകയാണ്. അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യത്തിനെയും മുൻനിർത്തിയിട്ടാണ് അവർ നന്ദികേട് കാണിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഫതമത്തഉ, ഒരു നിശ്ചിതമായ ഒരു കാലയളവ് നിങ്ങൾ അങ്ങനെ സുഖിച്ച് ജീവിച്ചു കൊള്ളുക, ഫസൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളും. ഇപ്പൊ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഒരവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അതിൻ്റെ ചർച്ചയുടെ തുടക്കം എന്നോണം അള്ളാഹു സൂചിപ്പിക്കുന്നത്
വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ നിഅമത്തുകളും അള്ളാഹുവിൽ നിന്നും മാത്രമാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മുറവിളി കൂട്ടിക്കൊണ്ട് അവർ ചെല്ലുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്ത് പലപ്പോഴായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. സാധാരണ അവസ്ഥയിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവുകയില്ല. കാരണം അവൻ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു, ശാരീരികമായി നല്ല ആരോഗ്യാവസ്ഥയിലാണ്. അവൻ്റെ കുടുംബാദികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ്റെ വരുമാനത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. കയറ്റിയിറക്കങ്ങളും ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതിനപ്പുറം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഇറക്കത്തിന് ഒരു കയറ്റം എന്നുള്ള നിലയ്ക്ക് അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവനങ്ങനെ ഭൗതികതയിൽ വിലയം പ്രാപിച്ച് ലയിച്ചങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സന്ദർഭത്തിൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം കടന്നു വരും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാരകമായ രോഗം ബാധിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഭാര്യയ്ക്ക് രോഗം ബാധിക്കുന്നതാകാം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ബാധിക്കുന്ന ഏതെങ്കിലും മാരകമായ രോഗങ്ങളാകാം, അല്ലെങ്കിൽ തന്നെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രയാസമാകാം. അതുമല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് പരിഹരിക്കാൻ പറ്റാത്ത വിധമുള്ള വലിയ ഒരു പ്രതിസന്ധി പെട്ടെന്ന് കടന്നു വരുന്നതാകാം. അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന, നമ്മളുടെ കൈകളിൽ നിൽക്കില്ല എന്ന് നമുക്ക് തന്നെ തിരിച്ചറിവുണ്ടാകുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവൻ സാധാരണ ജീവിതത്തിൽ നിന്നും വഴുതി മാറി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. പടച്ചവനെ, വലിയ പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്, ഈ പ്രശ്നം പരിഹരിച്ചു തരണം. അതിനുവേണ്ടി ദുആ വസിയ്യത്തുകളുമായി അവൻ ഇങ്ങനെ ഓടി നടക്കും. മനുഷ്യന്റെ അത്തരം മാനസികാവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മആരിജിലൂടെ പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇദാ മസ്സഹു ശർറു ജസൂഅ. എന്തെങ്കിലുമൊക്കെ ഷെറുകൾ അവനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ജസൂഅ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. പൊറുതികേട് കാണിക്കുന്നവനായി, ക്ഷമയില്ലാത്തവനായി. എല്ലായിടവും ഓടി നടന്നിട്ട് പറയും, ദുആ ചെയ്യണം, അല്ലാഹുവേ പ്രശ്നങ്ങൾ പരിഹരിച്ചു നൽകണം, കരച്ചിലാണ്, പ്രയാസങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് മാത്രമേ ഇനി നമുക്ക് പ്രതീക്ഷയുള്ളൂ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കരച്ചിലാണ്, ദുആയാണ്, വലിയ മനപ്രയാസത്തിലാണ്. ഒരാൾക്കും സമാധാനം കൊടുക്കില്ല. എല്ലായിടത്തും ചെന്നിട്ട് ദുആ വസിയത്ത് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് അള്ളാഹുവുമായി ചേർന്നു നിൽക്കുന്നത്. അതുവരെ അത്ര കാര്യമായ ഒരു ബന്ധം അള്ളാഹുവായിട്ടൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ചിന്തകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്, ചില ആളുകൾ തെറ്റിൽ വ്യാപരിക്കും. തെറ്റിന്റെ മേഖലകളിലൂടെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യതകളൊന്നും നിർവഹിക്കാതെ കേവല ആരാധനാ കർമ്മങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടി കഴിഞ്ഞുകൂടും. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്, അപ്പൊ കുറച്ചൊക്കെ അമലുകളുള്ള ഇദ്ദേഹത്തെ എങ്ങനെയും ഒരു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമല്ലോ. നരകത്തിനുടമയാക്കാനുള്ള അള്ളാഹുവിന്റെ ഒരു പ്രയാസം കാരണം എന്ത് ചെയ്യും? വലിയൊരു പരീക്ഷണം ഇട്ടു. കുടുംബത്തിലുള്ള പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് വലിയൊരു രോഗം, ക്യാൻസർ. അതോടുകൂടി മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലും അവസാനിപ്പിക്കും, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ നിരീക്ഷിക്കലും എല്ലാം അവസാനിക്കും. അത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ കാര്യമെന്ന് പറയുന്നത്. അതോടുകൂടി പിന്നെ ബാക്കിയുള്ളൊരു സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ, എനിക്ക് എൻ്റെതായ വലിയൊരു പ്രശ്നമുണ്ട്, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ദുആയായി, കരച്ചിലായി, ദുആ വസിയ്യത്തുകളായി അങ്ങനെ മനുഷ്യൻ ജീവിക്കും. അതുവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എൻ്റെ ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ ഇന്ന് അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഇന്ന് എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്.
അപ്പൊ നമ്മുടെ ഈ ലോകത്ത് തന്നെ സംഭവിക്കുന്ന നാളെ പരലോകത്ത് സംഭവിക്കും എന്ന് അള്ളാഹു അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണിത്. യാ നഫ്സി യാ നഫ്സി എന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ മനുഷ്യൻ വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. പിന്നീട് അള്ളാഹുവിനോട് കരച്ചിലും ദുആയുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടും. ചില ആളുകളെ അങ്ങനെ തന്നെ അള്ളാഹു പരീക്ഷിക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ അള്ളാഹു അവനെ ചേർത്ത് പിടിക്കും. അതിനുശേഷം അവന്റെ പ്രശ്നങ്ങൾ മാറുമ്പോൾ ഇതാ മസ്സക്കുമുൽ ളുർറു ഫഇലൈഹി തജ്അറൂൻ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ. പക്ഷെ അതിനുശേഷം സുമ്മ ഇദാ കശഫൽ ളുർറു, അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ചു കൊടുത്തു. അവന്റെ കഷ്ടതയെ അള്ളാഹു എന്ത് ചെയ്തു? കശഫ, നീക്കി കൊടുത്തു. ഇതാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ, പിന്നീട് ഞാനാണ് വളരെ പ്രധാനപ്പെട്ട ഒരാൾ, എൻ്റെ ഹവയാണ് ഇനി എൻ്റെ ഇലാഹ്, ഞാനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, എൻ്റെ തീരുമാനം പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒന്നാമത്തെ ഇലാഹായിട്ട് സ്വന്തം ഹവയെ, സ്വന്തം മാനസികാവസ്ഥയെ സ്ഥാപിക്കും. പിന്നെ അവൻ മൂലമാണ്, ഇവര് മൂലമാണ്, അവരൊക്കെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു വരികയും ചെയ്യും. ഇതുവരെ അല്ലാഹ് നീ മാത്രമാണ് എൻ്റെ പരിഹാരം. ഡോക്ടർമാരൊക്കെ അങ്ങനെ പറഞ്ഞു, ചുറ്റുപാടും പറഞ്ഞു, രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ, എല്ലാവരും കൈയൊഴിയും. ഇതുവരെ അവന്റെ ലോകത്തുള്ള എല്ലാ ഇലാഹുകളും പിന്മാറിയപ്പോ അവനെന്ത് ചെയ്തു? ഇനി ഇപ്പൊ അള്ളാഹുവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. അത് സ്വയം തീരുമാനവുമാണ്, മറ്റു പല ആളുകളും അവനോട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ഇലാഹുകളെല്ലാം ഒഴിവാക്കി അള്ളാഹുലേക്ക് മാത്രം തിരിയുകയാണ്. ഇനി അള്ളാഹ്ക്ക് മാത്രമേ എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ വിഷയത്തിൽ. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയതിനു ശേഷമാണ് അവന്റെ പ്രശ്നങ്ങൾ നീങ്ങിയപ്പോൾ വീണ്ടും അവന്റെ ഇലാഹുകളുടെ ലോകത്തേക്ക്, ഭൗതിക സാഹചര്യങ്ങളിലേക്ക് അവനും അവളും ഒക്കെയാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ വീണ്ടും അവസാനിക്കുകയാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, ഈ കാര്യം പറയുന്ന അള്ളാഹുവിന്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കാര്യം നമ്മളോട് പറയുന്ന ആരാണ്? അള്ളാഹു ആണല്ലോ. അവന്റെ കലാമിലൂടെ അവതരിപ്പിക്കുന്ന 2 ആയത്തുകളാണല്ലോ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ അള്ളാഹുവിന്റെ മാനസികാവസ്ഥ നമ്മളത് ചിന്തിച്ചു നോക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കഥയാണ്. അതിൽ ദാവൂദ് എന്ന് പേരുള്ള നല്ല ഒരു മനുഷ്യനുണ്ട്. വലിയ സമ്പന്നനൊന്നും അല്ലെങ്കിലും ഇടത്തരക്കാരനായ അദ്ദേഹത്തിന്റെ സുഹൃത്തായ സുലൈമാനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സഹായിച്ചുകൊണ്ടേയിരിക്കും. സുലൈമാൻ കുറച്ച് പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ്. എന്നാൽ ഈ ദാവൂദിന് വലിയൊരു ശത്രുവുണ്ട്, അദ്ദേഹത്തിന്റെ അയൽവാസിയാണ്. ഏതൊക്കെ നിലയിൽ ഈ ദാവൂദിനെ ഇടങ്ങേറാക്കാമോ അതിനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ സഹോദരന്റെ പേര് ബഷീർ എന്നാണ്. ബഷീർ എന്ന പേരുള്ള ഈ വ്യക്തി എന്ത് ചെയ്യും? എന്നും ദാവൂദിനെ ഇടങ്ങേറാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനിടയിലാണ് സുലൈമാൻ എന്ന പേരുള്ള പാവം ആ ഒരു മനുഷ്യനെ ഈ ദാവൂദ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ സഹായങ്ങൾ ദാവൂദിൽ നിന്നും സുലൈമാൻ ലഭിച്ചതിന് ശേഷം ഒരു സന്ദർഭത്തിൽ ഈ സുലൈമാൻ നാട്ടുകാരോട് പറയുകയാണ്, നിങ്ങളെ ആരാണ് ഈ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ബഷീർ ആണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ദാവൂദിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? സാധാരണ ഒരു വ്യക്തിയല്ല, എൻ്റെ ആജന്മ ശത്രുവായ ഈ ബഷീർ ആണ് സുലൈമാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സുലൈമാൻ പറഞ്ഞല്ലോ. വല്ലാത്തൊരു സങ്കടമായിരിക്കും ഈ ദാവൂദിനുണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇബ്ലീസിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. അള്ളാഹുവിന്റെ മുന്നിൽ അഹങ്കാരം പ്രകടിപ്പിച്ചവനാണ്, അള്ളാഹുവിനെ നിഷേധിച്ചവനാണ്. അങ്ങനെ അള്ളാഹുവിന് വെറുപ്പുളവാക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്ത ഇബ്ലീസിന്റെ വഴിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നിഅമത്തുകളും സ്വീകരിച്ച ഒരു വ്യക്തി പോകുമ്പോൾ അള്ളാഹുവിന് ആ വ്യക്തിയുടെ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോ ഇവിടെ സങ്കടവും പ്രയാസവും ദുഃഖവും ഒക്കെ നമുക്ക് മാത്രമേ പാടുള്ളൂ, അത് വേറെ ആർക്കും, പ്രത്യേകിച്ച് അള്ളാഹുവിന് പാടില്ല എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് അത്തരം വൈകാരിക തലങ്ങളിലൂടെ ഒന്നും പലപ്പോഴും നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, ലിയക്ഫുറു ബിമാ ആതൈനാഹും, വല്ലാത്തൊരു നന്ദികേടാണ് അവൻ കാണിച്ചിരിക്കുന്നത്. അതിലെല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ്. യക്ഫുറു ബിമാ ആതൈനാഹും, അവന് നാം നൽകിയ വിഷയങ്ങളിലൊക്കെ വല്ലാത്തൊരു നന്ദികേടാണ് അവൻ കാണിച്ചിരിക്കുന്നത്. ഈ നന്ദികേട് എന്നുള്ള പ്രയോഗത്തിന് വേണ്ടി അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം
കുഫ്രിയത്ത് എന്നുള്ള പദപ്രയോഗമാണ്. എന്ന് വെച്ചാൽ അവൻ വല്ലാത്തൊരു നിഷേധമാണ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ 3 ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും മാറി അള്ളാഹുവിലേക്ക് തന്നെ പരമാവധി ചേർന്ന് നിൽക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു പോയ ഒരു ആയത്ത് എന്നുള്ളത്, സമാധാനം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വഴി അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ മൂലമാണെന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. അതൊരു തിരിച്ചറിവിന്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഏത് നിഅമത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ആ നിഅമത്തിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത. അത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ഇത് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണെന്നും അങ്ങനെ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്തയും ഒരു ദിക്റും അവന്റെ മനസ്സിൽ രൂപപ്പെടുകയുള്ളൂ. ഇനി അള്ളാഹു അത് തിരിച്ചെടുത്താൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു തജ്അറൂൻ എന്നുള്ളൊരവസ്ഥയിലേക്കൊന്നും ആകാതെ അത് അള്ളാഹു ആണ് നൽകിയത്, അള്ളാഹു അത് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചാൽ അവൻ വീണ്ടും എനിക്കത് തിരികെ നൽകും, അല്ലെങ്കിൽ ഇതിന് പകരമായി വലിയൊരു പ്രതിഫലം നാളെ പരലോകത്ത് എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ മനസ്സ് സമാധാനത്തിലാകും എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. അതേസമയത്ത് നന്ദികേട് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവൻ തിരിച്ചു പോകുന്നതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം എന്നുള്ളത് താൽക്കാലികമാണ്. അത് കുറച്ചു കഴിയുമ്പോൾ അത് മാറും. കാരണം അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയില്ലല്ലോ. അതുകൊണ്ട് പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതേത് സന്ദർഭങ്ങളായിരുന്നാലും ഏതേത് അനുഭവങ്ങളായിരുന്നാലും അതിലേക്കൊക്കെയും അള്ളാഹുവിനെ ചേർത്ത് വെക്കാനുള്ള വലിയ പരിശ്രമം, അത് വലിയ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ വലിയ പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സന്ദർഭം സൂറത്തുൽ റുഖ്മാൻ 31-ാമത്തെ സൂറത്താണ്. അതിന്റെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സമാനമായ മറ്റൊരു വിഷയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് നിറയെ യാത്രക്കാരുമായി ഒരു കപ്പൽ നടുക്കടലിലാണ്. ഈ നടുക്കടലിലാകുന്ന സമയത്ത് പെട്ടെന്ന് കടലിന്റെ സ്വഭാവമൊക്കെ മാറി, തിരമാലകളൊക്കെ ആഞ്ഞടിച്ച് അങ്ങനെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ കപ്പൽ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അതിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? അങ്ങേയറ്റം മുഖ്ലിസീങ്ങളായി മാറും. മുഖ്ലിസീങ്ങളാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ ഉള്ളിലുള്ളൂ, അള്ളാഹുവിനെ മാത്രം തനിപ്പിക്കും. നേരത്തെ മാരകമായ അസുഖം പിടിപെട്ട തന്റെ ബന്ധുക്കളുടെ വിഷയത്തിലോ തന്റെ വിഷയത്തിലോ അള്ളാഹുവിലേക്ക് മാത്രം എന്താണ് തജ്അറൂൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. അള്ളാഹുവിനെ മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ, വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. അവന്റെ ഭൗതിക ലോകത്തുള്ള എല്ലാ ഇലാഹുകളിൽ നിന്നും അള്ളാഹു എന്നുള്ള ഏകനായ ഇലാഹിലേക്കുള്ളൊരു മടക്കമാണ് മാനസികമായിട്ട് അവിടെ സംഭവിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ ഒരു മടക്കം സംഭവിച്ചിട്ടില്ല എങ്കിൽ അവൻ കാരണവും അവള് കാരണവും ഇവൻ കാരണവും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തൽ, പരാതികൾ, പരിവട്ടങ്ങൾ, അസ്വസ്ഥതകളൊക്കെ മനസ്സിൽ നിറയും. അതേസമയത്ത് ഈ സംഭവം ഉണ്ടാകാനുള്ള കാരണം പ്രത്യക്ഷമായ രൂപത്തിൽ അവനാണെങ്കിലും തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. അവൻ കാരണം അള്ളാഹു ആണ് ഇത് ചെയ്യുന്നത്. അത് നന്മയായിരുന്നാലും തിന്മയായിരുന്നാലും. അപ്പൊ പിന്നെ അവിടെ ഇരുന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഇതെന്റെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിച്ചതല്ല. അവൻ മുഖേനയാണ് അള്ളാഹു ഈ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയതെങ്കിലും ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇൻഷാ അള്ളാഹ് എനിക്ക് അതിന്റെ പ്രതിഫലം പരലോകത്ത് തരും, അല്ലെങ്കിൽ അള്ളാഹു തന്നെ ഇതിന്റെ പരിഹാരം ഈ ലോകത്ത് വെച്ച് തന്നെ തരും. ഇതാണ് മുഖ്ലിസായി എന്നെന്നും നിലകൊള്ളുന്നതിന്റെ ഒരു അവസ്ഥ. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, മുഖ്ലിസ് ഒന്നും അല്ല, നല്ലൊരു മുശ്രിക്കാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഗ്രഹങ്ങളെ പോയി ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറുകളിൽ പോയി സുജൂദ് ചെയ്യണമെന്നോ ഒന്നും നിർബന്ധമില്ല. അതിൽ മാത്രം നമ്മുടെ തൗഹീദിനെ പരിമിതപ്പെടുത്തിയതിന്റെ കുറച്ച് പ്രയാസങ്ങൾ ഇന്ന് ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല, മുവഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാത്രമാണ്. ഒരു മുവഹിദ് എന്നും ഒരു മുഖ്ലിസായിരിക്കും.
മുഖ്ലിസ് എന്നും ഒരു മുവഹിദായിരിക്കും. മുവഹിദിന് മാത്രമേ മുഖ്ലിസായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. നേരെ തിരിച്ചു. അപ്പൊ എല്ലാ ഇലാഹി ലോകങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അവനുമില്ല അവളുമില്ല ആരുമില്ല അള്ളാഹ് മാത്രമാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു നടുക്കടലിൽ ഒരു മനുഷ്യൻ എത്തിപ്പെടുകയാണ്, ഒരു സംഘം ആളുകൾ എത്തിപ്പെടുകയാണ്. അള്ളാഹുവെ നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള ചിന്തയാൽ അള്ളാഹുവിന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അവരുടെ ദുആ അള്ളാഹു കേട്ടു. അതിനുത്തരം അപ്പോൾ തന്നെ സമാധാനമായി അവർക്ക് നൽകുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ച് കരയിലേക്ക് അടുപ്പിച്ചു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിൽ നിന്നും തിരിയുകയാണ്. അതിനുശേഷം ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട ഒരു മുശ്രിക്കിന്റെയോ കാഫിറിന്റെ ഒരു അവസ്ഥയിലേക്ക്, നന്ദി കെട്ട ഒരു അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. അതോടുകൂടി ഇനിയിപ്പോ അള്ളാഹുവിന് വേണ്ട, കരയിൽ എത്തിപ്പെട്ടല്ലോ, ഇനിയിപ്പോ അള്ളാഹുവിന് തങ്ങൾക്ക് ആവശ്യമില്ല എന്നൊരു മാനസികാവസ്ഥയാണ്. ഈ ഒരു സംഭവത്തോട് ചേർത്ത് വരിക്കാൻ കഴിയുന്ന നല്ലൊരു സംഭവമുണ്ട്. അതായത് ഒരു മനുഷ്യന് ഈ ആയത്തിന് വിരുദ്ധമായ രൂപത്തിൽ എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ളതാണ് ആ ഒരു ചരിത്ര സംഭവം നമ്മെ ബോധിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിന് വിരുദ്ധമായ രൂപത്തിൽ മനുഷ്യനാകാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് മക്കം ഫത്ഹ് നടക്കാൻ പോവാണ്. അപ്പൊ അബൂജഹലിന്റെ പുത്രനായ ഇക്രിമ മനസ്സിലാക്കുകയാണ്, ഇതാ മക്കം ഫത്ഹ് നടക്കാൻ പോവാണ്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മക്കയിലേക്ക് വരാൻ പോവാണ്. അപ്പോ അവരുടെ വൻ ശക്തിക്ക് മുന്നിൽ ഇതുവരെ അവരെ ഇടങ്ങേറാക്കിയ നമ്മളൊക്കെ വലിയ പ്രയാസത്തിൽ അകപ്പെടാൻ പോവാണ്, ഒന്നല്ലെങ്കിൽ വധശിക്ഷയൊക്കെ വിധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭയപ്പെട്ടിട്ട് ഇക്രിമ എന്ത് ചെയ്തു? അവിടുന്ന് ജിദ്ദയിലേക്ക് പറക്കുകയാണ്. അപ്പൊ ജിദ്ദയിലേക്ക് പോകാനുള്ള കാരണം അവിടെ പോർട്ടുണ്ട്, അവിടുന്ന് ഏതെങ്കിലും കപ്പലിൽ കയറിയിട്ട് എത്യോപ്യയിലേക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇക്രിമ എന്ത് ചെയ്യണം? നേരെ ജിദ്ദയിലേക്ക് പോയി. അങ്ങനെ ജിദ്ദയിലേക്ക് പോയി എത്യോപ്യയിലേക്ക് പോകുന്ന ഒരു കപ്പലിലേക്ക് പെട്ടെന്ന് അദ്ദേഹം കയറി സുരക്ഷിതനാണെന്ന് വിചാരിച്ച് സമാധാനത്തോട് യാത്ര ചെയ്യുമ്പോണ്ട് നടുക്കളിലെത്തിയപ്പോ കടലിളകി മറിയാൻ തുടങ്ങി, വലിയ ബുദ്ധിമുട്ടിലാകാൻ തുടങ്ങി. കപ്പൽ ഏത് നിമിഷവും തകരും എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. അപ്പൊ എല്ലാവരും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം ഇനിയിപ്പോ ദൈവത്തിൽ അർപ്പിതമാണ്. എല്ലാവരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആദ്യ സമയത്ത് ഇക്രിമ എന്ത് ചെയ്തു? മക്കയിൽ ഉണ്ടായിരുന്ന ഓരോരോ വിഗ്രഹങ്ങളോടും സഹായം തേടി, ഓരോരോ ദേവീ ദേവന്മാരെ വിളിച്ചു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോഴാണ് ഇക്രിമ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ഒരു ശുദ്ധ പ്രകൃതിയിലേക്കുള്ള ഒരു മടക്കമാണ് അവിടെ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ സംഭവത്തിലൊക്കെ അതാ സംഭവിക്കുക. ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് ആ ശുദ്ധ പ്രകൃതിയിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യരും മടങ്ങുന്നത്. അവിടെ ഒരു വ്യക്തി മുഖ്ലിസായി മാറും, മുവഹിദായി മാറും, മുത്തഖിയായി മാറും, എല്ലാമായി മാറും. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഇക്രിമ പതുക്കെ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങുകയാണ്. എന്താണ് ഇക്രിമ ചിന്തിക്കുന്നത്? ഈ ദൈവങ്ങളുടെയൊക്കെ പിന്നിലുള്ള ഏകനായ ഒരു ദൈവം ഉണ്ടല്ലോ, അള്ളാഹു ആണല്ലോ അവൻ. മക്കക്കാർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ഉടൻ തന്നെ അള്ളാഹുവിനോട് വിളിച്ച് നിഷ്കലമായ രൂപത്തിൽ ദുആ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവിടെ ഒരു ഉപാധിയും വെച്ചു, പടച്ചവനെ, അള്ളാഹുവേ, നീ എങ്ങാനും എന്നെ രക്ഷപ്പെടുത്തിയാൽ ഈ വലിയ അപകടത്തിൽ നിന്നും ഞാൻ മറ്റുള്ള എല്ലാ ദേവീ ദേവ സങ്കല്പത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞു കൂടിക്കോളാം എന്ന് അള്ളാഹുവിനോട് ആ ഒരു ദുആക്കിടയിൽ വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അൽഹംദുലില്ലാഹ് ഇക്രിമ ആഗ്രഹിച്ചതുപോലെ തന്നെ കാറ്റും കോളും ഒക്കെ അടങ്ങി അങ്ങനെ കപ്പല് അപകടഘട്ടം തരണം ചെയ്തു തിരിച്ച് കരയിലേക്ക് അടുപ്പിച്ചു. അത് എത്യോപ്യയിലേക്ക് പോയില്ല. അള്ളാഹുവിനോടുള്ള വാക്ക് പൂർത്തീകരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഇക്രിമ അവിടെ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇതല്ലേ 20 വർഷമായിട്ട് മുഹമ്മദ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്രിമ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ ഒരു മാനസികാവസ്ഥയ്ക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല. കാരണം മക്കയുടെ സാഹചര്യങ്ങള്, സ്വന്തം പിതാവിന്റെ സാഹചര്യങ്ങള്, പാരമ്പര്യവാദങ്ങള്, ചിന്തകൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു അതുവരെ ഇക്രിമയുടെ മനസ്സുള്ളത്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ അങ്ങനെ ജീവിക്കുക, എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, എൻ്റെ തൊഴില്, എൻ്റെ വരുമാനം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിൻ്റെയൊക്കെയോ ഇടയിൽ ഞാൻ ജീവിക്കുമ്പോൾ അള്ളാഹു എന്നുള്ള യാഥാർത്ഥ്യം ഈ സംഗതികളാൽ മറയ്ക്കപ്പെടുകയാണ്. ഇക്രിമ ചെയ്തതുപോലെ ആ ശുദ്ധ പ്രകൃതിയിലേക്ക് എനിക്ക് മടങ്ങാൻ സാധിച്ചാൽ അള്ളാഹുവിന് മാത്രമാണ് എല്ലാ കാര്യങ്ങളിലുമുള്ള കൃത്യമായ ഇടപെടല്. അവന്റെ ഇടപെടൽ പലപ്പോഴും കാരണങ്ങളായി എൻ്റെ മുന്നിൽ പല ഇലാഹുകളായി തെളിയുന്നു എന്ന് മാത്രം. ആ ഇലാഹുകളെ മാറ്റി നിർത്തിയിട്ട് കാരണക്കാരനായ അള്ളാഹുവിലേക്ക് ഞാൻ തിരിയേണ്ടതുണ്ട് എന്നുള്ള ആ ശുദ്ധ പ്രകൃതിക്കുള്ള ഒരു മടക്കം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമാണ് എനിക്കൊരു മുഖ്ലിസായി മാറാൻ സാധിക്കുന്നത്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പ്രതിസന്ധി ഉണ്ടാകുന്നു, കച്ചവടം അല്ലെ, സ്വാഭാവികമായിട്ടും കൂടുതലും അതാണ് പ്രശ്നം, സാമ്പത്തിക പ്രശ്നങ്ങൾ, അത് ഇത് മറ്റുള്ള പ്രശ്നങ്ങൾ. ഇതെന്റെ ഒരു മോശമായ ചെയ്തികൾ മൂലം ആണെങ്കിൽ അത് ഞാൻ പരിഹരിക്കുക.
ഒരു ഉദാഹരണം പറഞ്ഞാൽ, പലിശയുമായി ബന്ധപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പലിശയുടെ എന്തെങ്കിലും ഇടപാടുണ്ടോ, അല്ലാഹു സഹായിക്കില്ല, ഉറപ്പാണ്. അപ്പൊ ആ പലിശയിൽ നിന്നും ഒഴിഞ്ഞു മാറണം നമ്മൾ. ആ പലിശയിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, അള്ളാഹുവിന്റെ സഹായമാണ് എനിക്ക് ആവശ്യം എന്ന് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിക്ക്, ആ ഒരു ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പലിശ എടുത്ത് മാറ്റാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം സഹോദരങ്ങൾ പലിശയുടെ രംഗത്തു നിന്നും ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട സംഭവങ്ങൾ അവരുടെ അനുഭവങ്ങളായിട്ട് പറയാറുണ്ട്. ആദ്യകാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. ഒഴിഞ്ഞു മാറുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലും ഇടങ്ങേറാക്കിയിട്ടാണ്, ഞാൻ ഒരാളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, അത് കാരണമായിട്ട് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ഇറക്കിയ ഒരു പരീക്ഷണമാണ് ഇതെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഒരു മാപ്പി ചോദിക്കുക. സഹോദരൻ, എൻ്റെ ഭാഗത്തൊരു അബദ്ധം സംഭവിച്ചു, നിങ്ങൾ മാപ്പാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും അങ്ങനെ അദ്ദേഹത്തോട് ദുആ വസിയത്ത് ചെയ്യുകയും ചെയ്യുക. അതോടുകൂടി അള്ളാഹു എന്ത് ചെയ്യും? ആ പ്രശ്നം പരിഹരിച്ചു തരും. നമ്മളുടെ ചെയ്തികൾ മൂലമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ബല ആണ്, ഒരു പരീക്ഷണമാണ് ഇതെങ്കിൽ നമ്മൾ എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കി അതിന്റെ പിന്നിലുള്ള ഏകനായ കാരണക്കാരനായ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയുക. ഈ ഒരവസ്ഥയിലേക്കാണ് ഇക്രിമ തിരിയുകയാണ്. അപ്പൊ ഇക്രിമ ചിന്തിക്കുന്നത് ഇത് തന്നെയാണല്ലോ ഇത്രയും കാലം മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലേക്ക് ഞാൻ ഒന്ന് തിരിച്ചു മടങ്ങിയാൽ മതി. അപ്പോൾ തന്നെ അദ്ദേഹം മക്കയിലേക്ക് പോവുകയും അതിലവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണുകയും അങ്ങനെ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇക്രിമ റളിയല്ലാഹു അൻഹു ആകുന്ന അതിനുശേഷമാണ്. കാരണം പിന്നീട് ദീനിൽ ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്ത് അങ്ങനെ ഏറ്റവും ദുഷ്ടനായ ക്രൂരനായ ഒരു വ്യക്തിയുടെ പുത്രനായ ഇക്രിമ വളരെ മാന്യനായ മഹോന്നതനായ ഒരു വ്യക്തിയായി മാറുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് മനുഷ്യരെ കൊണ്ട് സാധ്യമാണ്. അബൂജഹൽ എന്ന പേരുള്ള ഏറ്റവും അധികം ഇസ്ലാമിക ലോകത്ത് ആക്ഷേപിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആക്ഷേപാർഹമായ രൂപത്തിൽ പറഞ്ഞ ഒരാശയത്തിനെതിരിൽ പെരുമാറാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതുമാണ്. കാരണം അപകടത്തിൽപ്പെട്ട ഒരു കപ്പലിൽ അകപ്പെട്ടു, അതിനുശേഷം കരയിലേക്ക് തിരിച്ചു മടങ്ങി വന്നപ്പോഴും അള്ളാഹുവിന് കൊടുത്ത ആ ഒരു വാക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ, അതാണ് യാഥാർത്ഥ്യത്തിലേക്കുള്ള അല്ലെങ്കിൽ സത്യത്തിലേക്കുള്ള തിരിച്ചു മടക്കമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധ പ്രകൃതിയിലേക്കുള്ള തിരിച്ചൊരു മടക്കമെന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് മുൻനിർത്തി നോക്കുക. നമ്മളാണല്ലോ ഇത് പഠിക്കേണ്ട, അല്ലാതെ കുറെ ചരിത്രങ്ങൾ കേട്ടിട്ട് ഇതാരൊക്കെയോ കുറെ വിഷയങ്ങൾ നമ്മൾ എങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. ഇതെന്റെ വിഷയമാണ്, എന്റെ മാത്രം വിഷയമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ചിന്തിക്കും. എൻ്റെ ജീവിതവും എൻ്റെ ചുറ്റുപാടും, എൻ്റെ മാതാപിതാക്കളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കുടുംബാദികളുണ്ട്, എൻ്റെ കച്ചവടങ്ങളുണ്ട്, എൻ്റെ വരുമാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെയാണോ എൻ്റെ ജീവിതത്തെ തീരുമാനിക്കുന്നത്? ഇതൊക്കെയാണോ എൻ്റെ ജീവിതത്തിന്റെ സമാധാനത്തെ നിശ്ചയിക്കുന്നത്? നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന സഹോദരങ്ങൾ, ഇതൊക്കെയാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. തഖ്വയെ കുറിച്ച് പഠിക്കേണ്ടിരിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പ്രായോഗികമായ വഴി എന്ന് പറയുന്നത് അള്ളാഹു വല്ലാത്ത ഒരുപാട് ഇലാഹി ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് അനുനിമിഷം കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു സെക്കൻഡിൽ 60-ൽ പരം ചിന്തകളാണ് ഒരൊറ്റ സെക്കൻഡിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ഈ മനസ്സിന്റെ സ്വദർ എന്നുള്ള തലത്തിലേക്ക് ഒരുപാട് ഇലാഹുകളെയും കൊണ്ട് ഇബ്ലീസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ശൈത്താൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം ഒരു ഇലാഹാണ്, അവനൊരു ഇലാഹാണ്, ഇവനൊരു ഇലാഹാണ്. നിന്റെ കച്ചവടത്തിന്റെ സ്ഥാപനത്തിന്റെ എതിർഭാഗത്ത് പുതുതായി കച്ചവടം തുടങ്ങിയവനൊരു ഇലാഹാണ്. അവൻ കച്ചവടം തുടങ്ങി, ഇനിയിപ്പോ എന്റെ കച്ചവടമൊക്കെ പൊട്ടിപ്പോവും, അവൻ കാരണമായിട്ട് എന്റെ വരുമാനം നിലയ്ക്കാൻ പോവാണ്. ഇപ്പൊ റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിഷേധിച്ചു എന്നർത്ഥം. കാരണം റിസ്ക് നൽകേണ്ടവൻ ആരാണ്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റാസിഖ് എന്നുള്ളൊരു സിഫത്ത് സ്വീകരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അപ്പോ എന്റെ അതേ ഈരാറ്റുപേട്ടയിൽ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരാളൊരു കട തുടങ്ങി അതേപോലെ തന്നെ ഒരു സ്ഥാപനം അടുത്തയാൾ തുടങ്ങിയിരിക്കും എന്നുള്ള താല്പര്യം ഇതാണ്. ഞാനും മര്യാദയ്ക്ക് ജീവിക്കേണ്ട, നിന്നെയും ജീവിക്കാൻ അനുവദിക്കില്ല. തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പം ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അബദ്ധജടിലമായിട്ടുള്ള സ്വയം ഒരു ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു ബിസിനസ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. നമ്മുടെ സഹോദരങ്ങളെ മാറി ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. എന്നാലും പറഞ്ഞ ഒന്ന് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊന്നും സംഭവിച്ചാലും
എൻ്റെ വഴിമുട്ടിക്കാൻ ഒരുത്തിനെ കൊണ്ടും സാധ്യമല്ല എന്നുള്ള ശരിയത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ ഇലാഹുകളെയും കൊണ്ട് അനുനിമിഷം ഇബ്ലീസ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു മാനസികാവസ്ഥ, അതാണ് എൻ്റെ ഈമാൻ. ഒരു സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആന്റി മെന്റൽ പവർ നമ്മൾ അവിടെ സ്വയം രൂപീകരിക്കുകയാണ്. അത് നമുക്ക് ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈമാൻ എന്ന് പറയാം. മറ്റുള്ള അള്ളാഹു അല്ലാത്ത സകലമാന ഇലാഹുകളെയും ഇലാഹി ചിന്തകളെയും തടഞ്ഞു നിർത്തി അള്ളാഹുവിനെ മാത്രം മനസ്സിൽ സൂക്ഷിക്കാനുള്ള, തനിപ്പിക്കാനുള്ള പ്രത്യേകമായ ഒരു ശേഷി ഒരു മനുഷ്യനുണ്ടാകുകയാണ്. അങ്ങനെയുള്ള സൂക്ഷ്മതയ്ക്കാണ് തഖ്വ എന്ന് പറയുക. അപ്പൊ മറ്റുള്ള ഇലാഹുകളൊന്നും കടന്നു വരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മതാബോധമാകുന്ന തഖ്വ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികവൽക്കരിച്ച് ഞാൻ ഒരു മുത്തഖിയായി മാറുക എന്നുള്ളതാണ്. അങ്ങനെ മുത്തഖിയാകാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തെ മുൻനിർത്തിയിട്ട് ഞാൻ മറുപടി തരാം. നമ്മളെല്ലാവരും മറുപടി തരും. എൻ്റെ ജീവിതത്തിൽ ഒരു മുത്തഖിയായി മാറാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അതോ മറ്റുള്ള ഇലാഹുകളൊക്കെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ട് എന്നെ ഇങ്ങനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണോ? എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ ഒരു മുത്തഖിയായി മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അള്ളാഹു മാത്രം തനിച്ചായി, അവിടെ ഞാൻ എന്താണ്, അള്ളാഹുവിനെ തനിപ്പിച്ചവൻ എന്ന ആ ഒരു പ്രയോഗത്തിന് അർത്ഥമുള്ള ഒരു മുഖ്ലിസായി മാറുകയാണ്. വേറെ ആരുമില്ല, അള്ളാഹ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വ്യക്തി മാറിക്കഴിഞ്ഞാൽ, ഇക്രിമയെ പോലെ മാറിക്കഴിഞ്ഞാൽ, പിന്നെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു ഉത്തമമായ ഒരു ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മാറുകയാണ്. അതിനുള്ള നല്ല തൗഫീക്ക് നൽകി, നല്ല ചിന്തകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വകൾ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. സൂറത്തുൽ ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്താണ്. ഇവിടെ അള്ളാഹു പറയുന്നു വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങൾക്ക് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ധാരാളമായി ഭൗതികമായ നേട്ടങ്ങൾ നാം അധികരിപ്പിച്ചു നൽകുന്നതാണ്. ഇതാരാ പറയുന്നത്? അള്ളാഹു പറയുകയാണ്. നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ധാരാളമായി ഭൗതിക നേട്ടങ്ങൾ നാം അധികരിപ്പിച്ചു നൽകുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഏകനായ അള്ളാഹുവിനെ മാത്രം ഉള്ളിൽ തനിപ്പിക്കുകയും മറ്റുള്ള യാതൊരു ഇലാഹിന്റെ ഇടപെടലുകളും ഉണ്ടാകാതെ അങ്ങേയറ്റം സൂക്ഷ്മതയുള്ള ഒരു സൂക്ഷ്മശാലിയായ മുത്തഖിയായി നമ്മൾ മാറി. ആ അള്ളാഹു ഏകൻ മാത്രമാണെന്ന് ഉറച്ച കാഴ്ചപ്പാടിലെത്തുന്ന ഒരു മുവഹിദായി മാറി. അതുപോലെ തന്നെ എൻ്റെ എല്ലാ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളെയും കാണുന്നുണ്ട് അള്ളാഹു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഒരു മുഹ്സിനായി മാറി. തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം അള്ളാഹയാണ്, എല്ലാം ലില്ലാഹി തആലയാണ്, എല്ലാം അള്ളാഹുവിന് വേണ്ടി, എല്ലാത്തിൻ്റെയും കാരണം അള്ളാഹ് മാത്രമാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഒരു മനുഷ്യനെത്തിയാൽ ഉള്ളിൽ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ചിന്തകളും ഇല്ല. അപ്പൊ അള്ളാഹു കൂടുതലും എന്താണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നന്മകൾ ചെയ്യാൻ, ജീവിതത്തിലോ സധൈര്യം മുന്നേറാൻ അള്ളാഹ് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹ് പറയും, നീ പേടിക്കേണ്ട, ഞാനുണ്ട് കൂടെ. ഇന്നല്ലാഹ മഈ, അതാണ് ഖുർആന്റെ പ്രയോഗം. നിശ്ചയമായി ഞാനുണ്ട് കൂടെ, നിശ്ചയമായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലായിക്കോട്ടെ, നമ്മൾ ആലോചിച്ച് നോക്കുക. അത്ഭുതകരമായ ഒരു സംഭവം എന്ന് പലപ്പോഴും തോന്നുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആശയങ്ങളിലേക്ക് കൃത്യമായി എത്താത്തത് കൊണ്ടാണ് അത്ഭുതങ്ങൾ ഇന്ന് നിലകൊള്ളുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ സൗർ ഗുഹയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അത് ഇറങ്ങുന്ന വഴിയുടെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ ആരെങ്കിലും നടന്ന് നമുക്ക് കാല് കാണാൻ പറ്റും. അതാണ് സൗർ ഗുഹയുടെ, അതിന് ഉള്ളിൽ കയറിയ ആളുകൾക്ക് അതറിയാൻ പറ്റും. അതായത് കയറുന്ന വഴിയിൽ നമ്മുടെ മധ്യഭാഗത്തിരുന്നിട്ട് ഇറങ്ങുന്ന വഴിയിൽ താഴത്തേക്ക് ആളുകളെ കാണാൻ പറ്റും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന സമയത്ത് ഇവരെ കൊല ചെയ്യാനായിട്ട് കടന്നു വന്ന ഖുറൈശികളുടെ കാലുകൾ അവർ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ രണ്ടുപേരെയും കാണാൻ പറ്റും. നമ്മൾ ചരിത്രങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ഇവരൊരു മുഹ്സിനാകണം, ഒരു മുത്തഖിയാകണം, ഒരു മുഖ്ലിസ് ആകണം,
ഒരു മുവഹിദാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സന്ദർഭമാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ ചെറിയ 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 അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. അള്ളാഹു അല്ലാത്തത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അവരെങ്ങാനും ഞങ്ങളെ പിടിക്കുമോ, കാണുമോ, പിടികൂടുമോ എന്നുള്ള വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ലാ തഹ്സൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഹ്സൻ, വിഷമിക്കരുത്, ഇന്നല്ലാഹ മഅനാ. സുബ്ഹാനല്ലാഹ്, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട്. അപ്പൊ ഒരു മുഖ്ലിസായി മാറാനും, ഒരു മുഹ്സിനായി മാറാനും, ഒരു മുത്തഖിയായി മാറാനും, ഒരു മുവഹിദായി മാറാനും അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിശക്തമായ ഒരു കൽപ്പനയാണ്. ഇന്നല്ലാഹ മഅനാ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ജീവിതത്തിൽ അഖിലം ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രതിസന്ധി ജീവിതത്തിലുണ്ട്, രാഷ്ട്രീയപരമായ പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, കുടുംബപരമായ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, കച്ചവടപരമായ പ്രതിസന്ധി, ഏത് രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, എനിക്ക് സാധിക്കുമോ? അല്ലാഹ് മാത്രമാണ് എൻ്റെ ഉള്ളിൽ, വേറൊന്നും എൻ്റെ മനസ്സിനെ ഭരിക്കുന്നില്ല. ആ ഒരു വിചാരത്താൽ മറ്റുള്ള എല്ലാ ഇലാഹി ചിന്തകളെയും തടസ്സപ്പെടുത്താനുള്ള ഒരു മാനസികമായ ശേഷി എനിക്കുണ്ട്, ആ തഖ്വ എനിക്കുണ്ട്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നവൻ അല്ലാഹ് ഏകനാണ്. ആ നിലയ്ക്ക് ഞാൻ ഒരു മുവഹിദാണ്. അല്ലാഹ് എല്ലാം എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മഹത്തായ ഒരു ഹദീസാണ്. അല്ലാഹു ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, അവന്റെ ശരീരങ്ങളിലേക്ക്, രൂപങ്ങളിലേക്കും, എന്റെ കോലത്തിലേക്കും അല്ലാഹു നോക്കത്തില്ല, നോക്കേണ്ട കാര്യമില്ല അല്ലാഹു. പക്ഷെ വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, എന്റെ ഹൃദയത്തിലേക്ക് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ട ദാസന്റെ മാനസികാവസ്ഥ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്ക്. അനുനിമിഷം ഇതറിയാൻ വേണ്ടി അള്ളാഹ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അള്ളാഹുവിന്റെ പണി. അവിടെ അള്ളാഹ് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. നിന്റെ ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള രൂപത്തിലായിരിക്കണം. എവിടെ നോക്കുന്നു? എന്റെ മനസ്സിലേക്ക്. മറ്റുള്ളവരെയൊക്കെ കാണിക്കാൻ വേണ്ടി വലിയ ഇബാദത്തായിരിക്കും ചിലപ്പോൾ ഇത്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്റെ ഖുതുബയൊക്കെ നന്നാകണം, ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഒന്നാന്തരം മുശ്രിക്കാണ് നിൽക്കുന്നത്. അള്ളാഹു നമ്മളെല്ലാം കാക്കുമാറാകട്ടെ. അതേ സമയത്ത് എന്താ അടിക്കണം? അള്ളാഹ് എന്നെ നോക്കി ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ ഖുതുബ നന്നാക്കലാണോ എന്റെ പണി? ഇത് അള്ളാഹു കൃത്യമായി നോക്കി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പടച്ചവനെ അതൊന്നും അല്ല, ഖുർആനിൽ നിന്നോ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള നല്ല നിയ്യത്താണെങ്കിൽ ഇൻഷാ അള്ളാഹ് അതിനുള്ള പ്രതിഫലം പടച്ചവൻ നമുക്കും തരും, നിങ്ങൾക്കും തരും എന്നുള്ളതാണ്. അതല്ലെങ്കിലോ അള്ളാഹ് എന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ നോട്ടത്തെ നമ്മൾ തിരിച്ചറിയുക, ഞാൻ ഒരു മുഹ്സിനായി മാറുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും അള്ളാഹുവിന്റെ തിരുനോട്ടം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മറ്റുള്ള യാതൊരു ഇലാഹിന്റെയും ചാഞ്ചല്യങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു കടന്നുവരും ഉണ്ടാകാൻ പാടില്ല. എന്റെ ഹൃദയം അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൃദയത്തിലാണല്ലോ അവലാദിയും വേവലാദിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് ശുക്ർ മാത്രമായിരിക്കും. ശുക്ർ മാത്രം. ഒരു നാൽക്കാലിയുടെ അകിടിൽ പാല് നിറയുന്നത് പോലെ എന്നുള്ളതാണ് അറബി പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ശുക്ർ എന്നുള്ള വാക്കത്തിന്റെ പ്രായോഗികമായ അർത്ഥം. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ശുക്ർ നിറഞ്ഞുകൊണ്ടിരിക്കുക. അനുനിമിഷം എൻ്റെ കാഴ്ച, എൻ്റെ അനുഭവങ്ങളൊക്കെ അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്. നിഅമത്തുകൾ എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം എൻ്റെ മക്കൾ അൽഹംദുലില്ലാഹ് നല്ല ആരോഗ്യത്തോടു കൂടി ഓടുകയാണ്. എൻ്റെ ഭാര്യ ഭക്ഷണമൊക്കെ തയ്യാറാക്കി എന്നെ കാത്തിരിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ എൻ്റെ സാമീപ്യം ആഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ടും പടച്ചവന്റെ നിഅമത്താണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ശുക്ർ ഇങ്ങനെ പൊട്ടി 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 ഒഴുകി അതങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പടച്ചവനെ ഞാനിത് എങ്ങനെയാണെന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ലക്കൽ ഹംദു വല ശുക്ർ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വല ശുക്ർ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വല ശുക്ർ. വലിയ ഭാഗ്യം സിദ്ധിച്ച ഒരു മുഅ്മിന്റെ ജീവിത സാഹചര്യമാണ് പ്രിയപ്പെട്ടവർ. അത് എനിക്ക് ആകാൻ സാധിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാത്രം. ആ ഒരു നിലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാനെ അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമുക്ക് അതിനുള്ള വലിയ തൗഫീഖ്, ഒരു മുഹ്സിനായി, മുഖ്ലിസായി, ഒരു മുത്തഖിയായി, ഒരു മുവഹിദായി മരണം വരെ ജീവിക്കാനും ആ അവസ്ഥയിൽ തന്നെ കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ, നമ്മുടെ കുടുംബത്തിലുള്ള, നാട്ടിലുള്ള മുഴുവൻ ആളുകളും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ സഹോദരങ്ങൾ പലരും ജയിലുകളിലാണ്. അള്ളാഹു അവർക്ക് ഇത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാധാനവും സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും അള്ളാഹു വലിയ പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊക്കെയും സമാധാനം സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ഷഹീദുകളായ മുഅ്മിനീങ്ങളെ അള്ളാഹു ഷഹീദിന്റെ ഉന്നതമായ തലത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെയും തിരിച്ചറിവിന്റെ വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.